ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കാതെ ഒത്തുകളിച്ച് പോലീസ്. പരാതി നൽകി 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം തുടരുകയാണ്. പരാമർശം വിവാദമായതിനു പിന്നാലെ ക്ഷമാപണം നടത്തി തടിയൂരാനാണ് പി.സി. ജോർജിന്റെ ശ്രമം. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ തീവ്രവാദികളാണെന്നായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു. മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം എന്നായിരുന്നു ചാനൽ ചർച്ചയിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് അഭിപ്രായപ്പെട്ടത്. കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീൽ, എസ്.ഡി.പി.ഐ, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും ജോർജ് ചർച്ചയിൽ ആരോപിച്ചു. ജനുവരി 6-നായിരുന്നു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചാനൽ ചർച്ച ജനം ടി.വി. സംപ്രേഷണം ചെയ്തത്. വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനും ജനം ടി.വിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പരാതികൾ. ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. സമാനമായ സംഭവങ്ങളിലൊക്കെ ആളുകളെ കേസെടുത്ത് ജയിലിലടക്കുന്നവർ കേസ് എടുക്കാൻ എഫ്ഐആർ ഇടാൻ പോലും ഇവർ സന്നദ്ധമായിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നതായി പി.സി. ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രതികരിച്ചു. വേദനിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായും കുറിപ്പിലുണ്ട്. വിഷയത്തിൽ യൂത്ത് ലീഗ്, എസ്.ഡി.പി.ഐ എന്നീ സംഘടനകളാണ് ആദ്യം പരാതി നൽകിയത്. പി.ഡി.പി ഇന്ന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും ഓർഗനൈസേഷൻ ഓഫ് ലോ ആൻഡ് ചാരിറ്റി കേരള എന്ന സംഘടന ബിനാനിപുരം പോലീസിലും പരാതി നൽകി. എന്നാൽ പരാതികളിൽ പോലീസ് ഇതുവരെ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. പോലീസ് നിലപാടിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. മീഡിയ 1 കോട്ടയം.